9ാം ക്ലാസ്സിൻ്റെ മിഡ് ടേം IT പരീക്ഷയിലെ പ്രോഗ്രാമിംഗ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയ ഒരു ചോദ്യം പരിശോധിക്കാം. 1 മുതൽ 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗം പ്രിന്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം താഴെ കൊടുത്തിരിക്കുന്നു. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ഹോമിലെ എക്സാം 9 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്ത് പ്രവർത്തിച്ച് എൻ്റെ ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. ഈ പ്രോഗ്രാമിൽ ആവശ്യമായ മാറ്റം വരുത്തി 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗം പ്രിന്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാക്കി മാറ്റി സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലെ ഈ ഒരു പ്രോഗ്രാം ഒന്ന് ടൈപ്പ് ചെയ്ത് അതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അതിനുശേഷം ആ കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കി അതിൻ്റെ എണ്ണം 10 വരെ മാറ്റുവാനായി എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെന്ന് പരിശോധിക്കാം. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങിൽ നിന്നും IDLE എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഫയൽ ന്യൂ ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് മറ്റൊരു വിൻഡോ ഓപ്പണായി വരുന്നു. ഈ വിൻഡോയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതാണ് ആ ചോദ്യം. I = 1 വൈൽ ബ്രാക്കറ്റിൽ I <5 ഫുൾ കോളൻ ശേഷം ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത വരിയിൽ വരുന്നത് വൈലിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് പ്രിൻറ്റ്. ബ്രാക്കറ്റിൽ I കോമ ഇട്ടിട്ട് ഡബിൾ കോട്ട്സിൽ ഇൻറ്റു മാർക്ക് കൊടുത്തിരിക്കുന്നു, കോമ, അതിനുശേഷം I കോമ, അതിനുശേഷം ഡബിൾ കോട്ട്സിൽ ഈക്വൽ സിഗ്നേച്ചർ കൊടുത്തിരിക്കുകയാണ്, ഈക്വൽ സൈൻ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം I × I, ദെൻ I = I+1. ഈ ഒരു പ്രോഗ്രാമാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് റൺ ചെയ്യിപ്പിച്ച് നോക്കേണ്ടത്. നമുക്ക് ഇതേപോലെ തന്നെ നോക്കി അതിലേക്ക് ടൈപ്പ് ചെയ്യാം. = 1 വൈൽ അത്തരത്തിൽ ആ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മളത് നോക്കി ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യാൻ നോക്കാം. ഫയല് സേവ് ആസ് എടുക്കുന്നു. അതിലെ എക്സാം 9 എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 എന്ന് നൽകി സേവ് ചെയ്യുന്നു. അതിനുശേഷം റണ്ണ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ കാണാം 1 മുതൽ 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ അതിൻ്റെ ഒരു വർഗ്ഗം വന്നിട്ടുണ്ട്. 2 × 2 4, 3 × 3 9, 4 × 4 16. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗം. അപ്പോൾ അത്തരത്തിലേക്ക് മാറ്റം വരുത്തുവാനായിട്ട് ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പരിശോധിക്കാം. ഇപ്പോൾ ഇവിടെ I <5 എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് 4 വരെയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 കൊടുത്താൽ 4 ആണ്, 4 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ് എടുക്കുന്നത്. എങ്കിൽ 10 എന്ന എണ്ണൽ സംഖ്യ വരെ എടുക്കണമെങ്കിൽ നമുക്കിവിടെ 11 എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തിയതിന് ശേഷം വീണ്ടും അത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം റണ്ണിൽ ക്ലിക്ക് ചെയ്ത് റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണാം 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ അവിടെ വരുന്നുണ്ട്.